ഗേ ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട് പണം തട്ടുന്ന സംഘം കാസർകോട്ടും 4 മാസത്തിനിടെ 3 പേർക്കാണ് പണം നഷ്ടമായത്. ആപ്പിലൂടെ പരിചയപ്പെടുന്നയാളെ ലൈംഗിക ബന്ധത്തിനായി ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി നഗ്നനാക്കി ദൃശ്യങ്ങൾ പകർത്തുകയാണ് സംഘത്തിന്റെ രീതി. പിന്നീട് ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടുകയാണ്. അരുൺ പൂപ്പറമ്പയുടെ വിശദാംശങ്ങൾ നൽകാൻ. അരുൺ, ഈ സംഘം കാസർകോട്ടുമെന്ന് മനസ്സിലാക്കി. ആരാണ്, ആരൊക്കെയുണ്ട് ഇതിന് പിന്നിലെന്ന് വ്യക്തമായിട്ടുണ്ടോ? ശ്രുതി, ഡിസംബർ 25-നാണ് ആദ്യ സംഭവം ഉണ്ടാവുന്നത്. വയോധികനായിട്ടുള്ള ഒരു കാസർഗോഡ് സ്വദേശി, ആ കാസർഗോഡ് സ്വദേശിയെ നെല്ലിക്കുന്ന്, കാസർഗോഡ് നഗരത്തോട് ചേർന്ന നെല്ലിക്കുന്ന് പ്രദേശത്തെത്തിച്ച് അവിടെ നിന്ന് ATM കൈക്കലാക്കി പണം തട്ടിയ ഒരു സംഭവമാണ് ആദ്യം ഉണ്ടായത്. അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ആദ്യഘട്ടത്തിൽ ഈ പണം ഇയാളെ തടഞ്ഞു വെച്ചു പണം തട്ടിയെടുത്തു, ഈ ATM-ലൂടെ പണം തട്ടിയെടുത്തു എന്ന വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. പിന്നീട് അതിൽ കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് 4 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അവരെ ചോദ്യം ചെയ്തു. കൂടുതൽ അന്വേഷണത്തിൽ കടന്നപ്പോഴാണ് ഇതിൽ ഇത്തരത്തിലൊരു ചതിക്കുഴി ഉണ്ട് എന്ന് പോലീസിന് വിവരം ലഭിച്ചത്, അല്ലെങ്കിൽ അത്തരം കണ്ടെത്തലിലേക്ക് പോയത്. ഇത് ഗ്രൈൻഡർ എന്ന ഗേ ഡേറ്റിംഗ് ആപ്പാണ്. ആ ആപ്പിലൂടെയാണ് പരിചയപ്പെടുക. അതിനുശേഷം ഈ ലൈംഗിക ബന്ധത്തിന് എന്ന പേരിൽ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തും. അതിനുശേഷം അവിടെ വരുന്ന ആളെ കാത്തിരിക്കുന്നത് ഒരു സംഘമായിരിക്കും. ആ സംഘം ഇയാളെ ഭീഷണിപ്പെടുത്തുകയും പിന്നീട് ഈ നഗ്ന ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു. അതുപയോഗിച്ചാണ് പിന്നീട് ഈ പണം തട്ടിയെടുക്കലിലേക്ക് കടക്കുക. ഡിസംബർ 25 നടന്ന സംഭവത്തിൽ 1 ലക്ഷം രൂപ ഈ കാസർഗോഡ് സ്വദേശിക്ക്, ഈ വയോധികനായിട്ടുള്ള കാസർഗോഡ് സ്വദേശിക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഇതേ സമാനമായ 2 സംഭവങ്ങൾ കൂടി കാസർഗോഡ് നഗര പ്രദേശം കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് എന്നതാണ് പോലീസിന് വിവരം ലഭിച്ചത്. അതിൽ ഒടുവിലത്തെ സംഭവം നടന്നത് കഴിഞ്ഞ ദിവസമാണ്. കാസർഗോഡ് ടൗൺ സ്റ്റേഷന് പരിധിയിൽ തന്നെയാണ് ഈ പിന്നീടുള്ള 2 സംഭവങ്ങളും ഉണ്ടായത്. സമാനമായ രീതിയിലാണ് ഇതേ ഡേറ്റിംഗ് ആപ്പിൽ പരിചയപ്പെടുന്നു, അയാളെ ഒരാളൊഴിഞ്ഞ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുന്നു, അങ്ങനെ നഗ്ന ചിത്രങ്ങൾ പകർത്തി പിന്നീട് പണം തട്ടിയെടുക്കുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഒടുവിൽ ഉണ്ടായ സംഭവത്തിലും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഡിസംബറിൽ നടന്ന സംഭവത്തിന് ശേഷം നടന്ന 2 സംഭവങ്ങളിലും പരാതി, ഈ മാനക്കേട് ഉള്ളതുകൊണ്ട് തന്നെ, അത്തരം പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അവർ പരാതി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസിന് FIR രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞ 2 സംഭവങ്ങളിലും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് എന്നതാണ് കാസർഗോഡ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇതിൽ സ്വമേധയാ കേസെടുത്ത് ഇത്തരം ഈ കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കാൻ പറ്റുമോ എന്ന സാധ്യത കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ പണം നഷ്ടപ്പെട്ടവരോട് പരാതി നൽകണമെന്ന രീതിയിൽ പല ഘട്ടങ്ങളായി പോലീസ് പറഞ്ഞിരുന്നു. അത് മറ്റ് വിവരങ്ങളൊന്നും പുറത്തു പോകില്ല എന്ന് ബോധ്യപ്പെടുത്തിയിരുന്നു. പക്ഷെ അവർ ഈ മാനക്കേട് ഉൾപ്പെടെ ഉള്ളത് കൊണ്ട് തന്നെ അത്തരം പരാതി നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തായാലും ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. ഗേ ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെടുന്നു, പിന്നീട് അവരെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കുന്നു, പിന്നീട് ഈ നഗ്നചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടുന്നത്. ഇതിനായ ഒരു സംഘം തന്നെ കാസർഗോഡ് പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഓക്കെ, വ്യക്തമാണ്. 4 മാസത്തിനിടെ 3 പേർക്കാണ് പണം നഷ്ടമായത്, ഈ തട്ടിപ്പിന് ഇരയായത് എന്നുള്ളതാണ്. വിശദാംശങ്ങളാണ് അരുൺ പൂപ്പറമ്പ നൽകിയത്.